ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെദർ കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നുള്ളത് അഗ്ലോണിമയുടെ കോംബോകളായിട്ടാണ് കേട്ടോ. 3 കോംബോ ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇന്ന് രാവിലെ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. അതിൽ ആ ബേബി പ്ലാന്റ്സിൻ്റെ കോംബോ ഇപ്പോഴും ആൾക്കാർ ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, ഒറ്റ സെറ്റേ ഉള്ളൂ, അതിട്ടപ്പോൾ തന്നെ സെയിലായി, നമുക്ക് വേറെ ഇല്ല കേട്ടത്, അത് സോൾഡ് ഔട്ടാണ്. ഞാൻ ഒന്നും കൂടി പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ 3 കോംബോയാണ് അഗ്ലോണിമയുടെ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. നമുക്ക് കോംബോയുടെ റേറ്റ് വന്നിട്ട് 580 രൂപയുടെ കോംബോ ആണ് കേട്ടോ. 3 കോംബോയും അത്യാവശ്യം നമ്മൾ നല്ല വെറൈറ്റി പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്സ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കോംബോയിൽ. പിന്നെ നമുക്ക് സിംഗിൾ പ്ലാന്റ് ആയിട്ട് റെഡ് വൈൻ്റെ 2 പ്ലാന്റ് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത്. 4 ഷൂട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ റെഡ് വൈൻ വരുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാം. പിന്നെ കൊറിയർ വന്നിട്ട് നാളെയാണ് കേട്ടോ, അതായത് വ്യാഴാഴ്ചയാണ് നമുക്ക് കൊറിയർ വരുന്നത്. അപ്പോൾ ദേ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. സ്റ്റാർ പിങ്കിൻ്റെ ഒരു പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള കളറൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. സ്റ്റാർ പിങ്ക് ഇതേ കണ്ടില്ലേ, ഇതാണ് ഫസ്റ്റ് പ്ലാന്റ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് മെർലിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ, മെർലിൻ്റെ പ്ലാന്റ്. പിന്നെ വരുന്നത് റെഡ് സ്റ്റാർഡസ്റ്റ് ആണ് കേട്ടോ. നല്ല കളറുള്ള സ്റ്റാർഡസ്റ്റ് ആണ്. ഇത് കണ്ടില്ലേ, നല്ല കളറയിൽ കയറിയിട്ടുണ്ട് കേട്ടോ സ്റ്റാർഡസ്റ്റിൽ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റത്തെ കോംബോ എന്ന് പറയുന്നത്. 580 കോംബോയുടെ റേറ്റ് വരുന്നത് കേട്ടോ. സെക്കൻഡ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിനകത്ത് വന്നിട്ടുള്ളത് 2 റെഡ് വെറൈറ്റി ആണ് ഫസ്റ്റ് വെച്ചിട്ടുള്ളത്. റെഡ് ഡ്രാഗൻ്റെ ഒരു പ്ലാന്റ്, നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ, നല്ല സൈസുള്ള പ്ലാന്റ്. ന്യൂ ലീഫൊക്കെ വിരിയണുണ്ട് കേട്ടോ വീണ്ടും അടുത്തടുത്തത്. പിന്നെ ഇതിനകത്ത് വന്നുള്ളത് റെഡ് ഏഞ്ചലിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതും അത്യാവശ്യം നല്ല വലിപ്പം, നല്ല കളറുള്ള പ്ലാന്റ് ആണ്. പിന്നെ അതിൻ്റെ കോംബോയിൽ വരുന്നത് ഇതാണ് കേട്ടോ, ഗ്രീൻ ലിസ അല്ലെങ്കിൽ പിങ്ക് ഡോട്ടർ എന്ന് പറയുന്ന ആ വെറൈറ്റിയാണ് കേട്ടോ വരുന്നത്. ഇതങ്ങനെ അധികം ഹൈറ്റ് വെച്ച് ഞാൻ കണ്ടിട്ടില്ല, ഏകദേശം ഈ ഒരു ഹൈറ്റിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതിലും വിട്ട് ഒരു തുണ്ടും കൂടി, ഒത്തിരി അങ്ങനെ ഹൈറ്റിലുണ്ടാകുന്ന പ്ലാന്റ് എല്ലാം തോന്നുന്നു. ഇനി ഉണ്ടോയെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുറേ ഇത് ഇറക്കണം, പക്ഷേ അധികം ഹൈറ്റുള്ളത് ഞാൻ കണ്ടിട്ടില്ല. അധികം ഹൈറ്റ് വെക്കാത്ത വെറൈറ്റി ആണ്, കാരണം ലീഫ് താഴ്ത്തിക്കാണ് ഇതിൻ്റെ കൂടുതലും ഉണ്ടാവുന്നത്. മറ്റേപോലെ ഹൈറ്റിൽ നേരെയല്ല, വിരിഞ്ഞ് കഴിയുമ്പോൾ ലീഫ് താഴ്ത്തിക്കാണ് വരുന്നത് കേട്ടോ. ഗ്രീൻ ഡിസൈഡ് ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ സെക്കൻഡ് കോംബോ വന്നിട്ട് കേട്ടോ. സെയിം റേറ്റ് തന്നെയാണ് കോംബോയ്ക്ക് വരുന്നത്. ഇതിൻ്റെ നമുക്ക് എക്സ്ട്രാ ഒരു സെറ്റും കൂടി എടുക്കാനുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇല്ല, ഫസ്റ്റത്തെ ഇല്ല, ഇതിൻ്റെ എക്സ്ട്രാ ഒരു സെറ്റും കൂടി എടുക്കാനുണ്ട് നമുക്ക്. പിന്നെ നെക്സ്റ്റ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിനകത്ത് വരുന്നത് ഫ്രോസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു മദർ പ്ലാന്റ് ആണ് കേട്ടോ ഫ്രോസിൻ്റെ. ഇത് വരുന്നത് ഫ്രോസിൻ്റെ ഒരു മദർ പ്ലാന്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫയർ റെഡിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ അകത്ത് കോംബോ ആയിട്ട് വരുന്നത്. അത്യാവശ്യം നല്ല കളറുള്ള പ്ലാന്റാണ്, വലിപ്പമുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഗ്രാഗില്ലേ, അതിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ 3ാമത്തെ കോംബോ കേട്ടോ. അപ്പോൾ ഈ 3 കോംബോയിൽ ഈ ഒരു കോംബോ മാത്രം, സെക്കൻഡ് കോംബോ മാത്രം നമുക്ക് 2 സെറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. ബാക്കി 3ാമത്തെയും ഫസ്റ്റത്തെയും കോംബോ വന്നിട്ട് ഒരേ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നമ്മുടെ റെഡ് വൈൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. 2 പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. 4 ഷൂട്ട് വെച്ചുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഒരെണ്ണം ഞാൻ പറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര ഷൂട്ടുണ്ടെന്ന് അറിയാനായിട്ട് കേട്ടോ. ഇതിലിപ്പോൾ ഇത് ഇങ്ങനെ ഒരു മദർ പ്ലാന്റ്, പിന്നെ ഇത് ഈ കാണുന്നത് ഒരു പ്ലാന്റ് ആണ്. 1 ഇത് ഒരെണ്ണം മുള വന്നുള്ള 2 3, ഇതിൽ 1, ഇത് 2 3, ഇത് വന്നിട്ട് 4ാമത്തെയാണ് കേട്ടോ 2 ഷൂട്ട്. പിന്നെ ഇങ്ങനെ ഒരു ഷൂട്ടിൽ ഒരെണ്ണോടി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൽ 5 ഷൂട്ടാണ് അങ്ങോട്ട് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, ഷൂട്ട് എനിക്ക് കാണാണ്ടായിട്ട്, കാരണം നന്നായി താന്നിട്ടേ ഇരിക്കുന്നുണ്ടായിരുന്നേ. ഇതിൽ 4 ഷൂട്ട് അങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. 5 ഷൂട്ട് എന്ന് പറഞ്ഞാൽ 2 ലീഫ് ആണ് കേട്ടോ ഇതിനകത്ത് പറഞ്ഞുള്ളത്. ബാക്കി 4 ഷൂട്ട് 5 ഷൂട്ട് വെച്ചിട്ടാണ് വരുന്നത്. സൈസൊക്കെ ഒരേ സൈസാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം വലുത് ചെറുതൊന്നും പറയാനില്ല, ഒരേ സൈസിലുള്ള പ്ലാന്റാണ് ഇതേ കണ്ടില്ലേ. 2 നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. 360 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 4 ഷൂട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നായി താഴത്തൊക്കെ നട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം റൂട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറിച്ചപ്പോൾ നല്ല റൂട്ട് ഉണ്ടായിരുന്നു. ഞാനത് സ്പ്ലിറ്റ് ചെയ്ത് വെക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കൊടുക്കാം, കാരണം 2 പോട്ടാണ് എൻ്റെ അടുത്തുള്ളത്. പിന്നെ ഒരെണ്ണം എനിക്ക് മദർ വയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് 2 ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും കോംബോകൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യുന്ന നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. കൊറിയർ വന്നിട്ട് നാളെയാണ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് മെസ്സേജ് അയക്കുക. നാളെ തന്നെ നമ്മൾ പ്ലാൻ അയക്കും കേട്ടോ.